താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാലടി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗത സൗകര്യങ്ങൾ പരിഷ്കരിക്കുന്നതിനായി സംയുക്ത യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ, ബസ് ഉടമകൾ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാലടി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗത സൗകര്യങ്ങൾ പരിഷ്കരിക്കുന്നതിനായി സംയുക്ത യോഗം ചേർന്നു. ഈ വാഹനപ്പെരുപ്പത്തിൽ നിന്നും അതുപോലെ തന്നെ മഴയുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അവർക്കും സമാധാനപരമായി ഈ സ്കൂളുകളിൽ നിന്ന് വന്നു പോകുവാനും ബസ് കയറുവാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. തടയാൻ കർശനമായ നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ തന്നെ എക്സൈസുകാരും കൂടി വിളിക്കുന്നതായിരുന്നു. നമ്മൾ ട്രാഫിക് ബന്ധപ്പെട്ടാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുന്നു. ബസ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അപ്പം അവിടെ ഒരു ലെറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് നോക്കി അതിന് വേണ്ട തീരുമാനങ്ങൾ നമ്മൾ അറിയിക്കാം. എല്ലാം കൂടി ചർച്ച ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റും അതാത് രീതിക്ക് അനുസരിച്ച് ചെയ്യുന്നുണ്ടെന്ന് അവർക്കും അതിനനുസരിച്ച് മഴക്കാലത്ത് നമ്മുടെ ഉണ്ടാവും, നിർദ്ദേശങ്ങൾ ഉണ്ടാവും. എല്ലാവരും സഹകരണം പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട എല്ലാവരും പഞ്ചായത്തിൻ്റെയും അങ്ങോട്ടും ആശയസമ്മാനം നടത്തി പരസ്പരം റോഡിലെത്തി നമുക്ക് എല്ലാവർക്കും കൂടി ഐക്യത്തോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ബന്ധപ്പെട്ട 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ബസ് സ്റ്റാൻഡുമായി കേന്ദ്രീകരിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വണ്ടികൾ, ആ വണ്ടികളിലേക്ക് കുട്ടികൾ ഓടിക്കയറാനും മഴയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എങ്കിലും ആ കുട്ടികൾക്ക് വളരെ കൊച്ചു കുട്ടികളാണ്. അവർക്ക് സമാധാനപരമായിട്ട് ബസ്സുകളിൽ കയറി ഇറങ്ങി പോകാമെന്ന ഒരു സാഹചര്യം 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ ബസ് സ്റ്റാൻഡുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്കൂൾ ടൈമിൽ അവിടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ, ബസ് ഉടമകൾ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു 2 ഹോം ഗാർഡിനെയാണ് നിയമിച്ചിരിക്കുന്നത്. 3 ഹോം ഗാർഡ് പ്ലസ് ഒരാളും കൂടെ ഉണ്ട് എങ്കിൽ ഒരാളെ ശങ്കരയുടെ എൻട്രൻസിലും മറ്റൊരാളെ KTDCയുടെ എൻട്രൻസിലും ഒരാളെ സെൻട്രലിലും വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ബ്ലോക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെയ് 20 പശുവിനെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ആചാരത്തെയും പരിശോധിച്ച് പിന്നെ സുഹൃത്തുക്കളാണ്. പിന്നെ വണ്ടികളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും അന്ന് തന്നെ ബോധവൽക്കരണ ക്ലാസ് നൽകിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്രോളിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓവർ സ്പീഡുള്ള പറഞ്ഞ പോലെ ഓവർ സ്പീഡുള്ള വാഹനങ്ങളെ കണ്ടുപിടിച്ച് ഫൈൻ ഉണ്ടാകും. പിന്നെ കാലടിയിലെ പഴയ മാർക്കറ്റിന്റെ സ്ഥിതി ഇന്ന് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. അതിൻ്റെ അകത്തേക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല. അതായത് അത്രയ്ക്ക് സ്മെല്ലാണ് അവിടെ. അത് വേസ്റ്റ്. ഞാൻ പല കമ്മിറ്റികളിൽ ഇതിവിടെ സൂചിപ്പിച്ചാണ് അത് വേസ്റ്റ് ഇടാൻ പാടില്ലാത്ത രീതിയിലുള്ള സംവിധാനം അവിടെ നടത്താറില്ല. വേസ്റ്റ് അവിടെ നിന്ന് മാറ്റാതെ തയ്യാറാവില്ല. ഇപ്പൊ വേസ്റ്റിന്റെ കൂമ്പാരമാണ് അവിടെ. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. അപ്പൊ നമ്മൾ വീണ്ടും അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാലാണ് ആക്സിഡന്റുകൾ ഒഴിവാകുന്നത്. അതൊന്ന്. പിന്നെ മറ്റൊന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ബോർഡുകൾ വെച്ചത് PW റോഡിൽ സൈൻ ബോർഡ് വെച്ചത് കൃത്യമായിട്ടുള്ള സ്ഥലത്താണ്. കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ കൃത്യമായ സ്ഥലത്ത് വച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഇനിയും കൂടും. ഓരോ ദിവസം ആക്സിഡന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാഹനങ്ങൾ ബാങ്ക് ടൈമിൽ വാഹനങ്ങൾ ഇപ്പോഴും ഓടുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാണ്. സ്കൂൾ തുറക്കുമ്പോൾ ബാങ്ക് ടൈമുകളുണ്ട്. ആ ബാങ്ക് ടൈമുകളിൽ ഓടാൻ കഴിയുന്ന വാഹനങ്ങളെ നിരത്തിലിറക്കാൻ ഒരു രീതിയിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോ മറ്റു ഉദ്യോഗസ്ഥരോ അത് അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് തടയുകയും കൃത്യമായിട്ടുള്ള ഫൈൻ ചെയ്തിരിക്കും. എനിക്ക് പറയാനുള്ളത് ശ്രീശങ്കര കോളേജിലേക്ക് പോകുന്ന വഴിയുള്ള ആ കോളേജ്, ശ്രീശങ്കര കോളേജ് ചാർജയിലെ വണ്ടികളെല്ലാം 2 നേരം അതിൽ പോകുന്നു. അത് ഭയങ്കര ബ്ലോക്കാണ്.
അത് വേറെ ഏതെങ്കിലും വഴിക്ക് ഇങ്ങനെ തിരിച്ചുവിടാണെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് തിരിക്കും. അതുപോലെ തന്നെ സ്കൂട്ടറുകളെല്ലാം ഇങ്ങനെ ആ സൈഡിൽ പാർക്ക് ചെയ്യുന്നത് മൂലം വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ തുറക്കുന്നതോടെ റോഡുകളിലുണ്ടാകാൻ സാധ്യതയുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. ഒരു സൈഡിൽ കൂടെ വന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ മലയാറ്റൂരിൽ വരുമ്പോൾ വണ്ടി വരാറുണ്ട്. മേക്കാരി പറഞ്ഞു അവിടെ ഭയങ്കര അപകടമാണ് പറഞ്ഞത്. ബസ് സ്റ്റോപ്പുകൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അതൊക്കെ RTA കോഡ് അംഗീകരിച്ച് തന്നെ മുമ്പോട്ട് പോയിട്ടുള്ളതാണ്. ആ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന് നമ്മൾ അംഗീകരിക്കുന്ന അനധികൃത പാർക്കിംഗ് ആണ്. ഇപ്പോ ജോലിക്ക് പോകുന്ന പല ആളുകളും പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആശ്രമം റോഡാണ്. ഇനിയിപ്പോൾ സ്കൂൾ സീസണായി കഴിഞ്ഞാൽ ഒട്ടേറെ വാഹനങ്ങൾ സ്കൂളുകളിലേക്കും മറ്റും പോകുന്ന വാഹനങ്ങൾ അതിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ രാവിലെ മുതൽ ആ റോഡിന് ഇരുവശവും പാർക്ക് ചെയ്ത് ആളുകൾ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി അതൊരു പാർക്കിംഗ് ഏരിയ ആയി ഇപ്പോൾ ആളുകൾ മാറ്റിയിട്ടുള്ളത്. സ്കൂൾ വരെയെങ്കിലും, സ്കൂൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വഴിക്ക് വരാം. KSCBയുടെ അവിടെ നിന്ന് വരാം, ഇവിടെ നിന്ന് വരാം. അപ്പൊ അവിടെ അങ്ങനെ പാർക്കിംഗ് അനുവദിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. അത് അനുവദിച്ചാൽ സ്കൂൾ കുട്ടികൾക്ക് ഒരു തടസ്സമായി വരുന്ന സാഹചര്യവും. ആരാണ് തടസ്സം? അത് നമ്മൾ പരിശോധിക്കുക. ആ തടസ്സം നിൽക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മർച്ചന്റിന് ബുദ്ധിമുട്ടുണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെസിഡൻസ് അസോസിയേഷന് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സൗകര്യം നമ്മുടെ കാലിന് ടൗണിൽ. അപ്പൊ അതുകൊണ്ട് കാലിന് ഇനിയെങ്കിലും സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ അതിന് വേണ്ട ഒരു സഹായം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നാവണം. ഈ കാലിന്റെ പാലത്തിന്റെ അവസ്ഥ എന്താണ്? അത് PWD അല്ല ടാലയാണ് പാലം, ബ്രിഡ്ജസാണ് അതിന്റെ ഉത്തരവാദിത്വം. ബ്രിഡ്ജസിനാണ് പാലത്തുമ്പോൾ തൊടാനുള്ള അധികാരമുള്ളൂ. നിരന്തരം ബന്ധപ്പെട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർ ശരിയായിട്ടിരിക്കുന്നത്. പാലം അറിയാൻ വേണ്ടി ചെയ്യും. പാലം പാലത്തിന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതോടെ കിടക്കുന്നത് ഞങ്ങൾ കിടക്കുന്നില്ല, കിടക്കുന്ന ഒരു കുറ്റക്കാരാണ്. അപ്പൊ അടിയന്തരമായിട്ട് പാലത്തിന്റെ ഇരുവശങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് തന്നില്ലെങ്കിൽ നിലവിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന്റെ 10 മടങ്ങ് വർദ്ധിക്കുകയുള്ളൂ. അങ്കമാലി സൈഡിലേക്കും പെരുമ്പാവൂർ സൈഡിലേക്കും പോകണം. ഇപ്പൊ നിലവിലുള്ളത് പോലെ പോകട്ടെ. പക്ഷെ ഇവിടുന്ന് ഉൾപ്രദേശത്തേക്ക് പോകണം. മലയാറ്റൂര്, മഞ്ഞപ്ര എയർപോർട്ട്, പാറപ്പുറം, കൂടാരപ്പാട്, കൂപ്പടി അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് കൂടുതൽ യാത്രക്കാർ വരുന്നത്. സ്റ്റുഡൻസ് ആയിരുന്നാലും യാത്രക്കാരായിരുന്നാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരാണ് ദീർഘസമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 6-7 പോയിന്റിലേക്ക് പോകുന്ന അത്രയും ബസ്സുകൾ അവിടെ കയറ്റിയിട്ട് അവിടെ പ്രവർത്തിപ്പിക്കാം. ഞാൻ സ്ഥിരമായിട്ട് ആക്സിഡന്റ് കാണുന്നത് മറ്റൊരു വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിലാണ്. മറ്റൊരു വില്ലേജ് ഓഫീസിന്റെ സൈഡിൽ കൂടെ മറ്റു പഴയ റോഡിലേക്ക് റോഡ് പോകുന്നുണ്ട്. ആ റോഡിലേക്ക് അങ്ങനെ റോഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ വാഹനങ്ങൾ പോകുന്നുണ്ടെന്ന് അവിടെ ഒരു സൈൻ ബോർഡും ഇല്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അവിടെ ആക്സിഡന്റ് ഉണ്ട്. പെട്ടെന്നായിരിക്കും ഇവിടുന്ന് എൻഫ്രോഡ് കൂടെ പോകുന്ന റോഡുകൾ അത് വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളുമായിട്ട് മുന്നിട്ട് സ്ഥിരമായിട്ട് ആക്സിഡന്റ് ആണ്. എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്നുള്ളത് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ കാഞ്ഞൂർ റോഡിലെ എവിടെ ബസ് സ്റ്റോപ്പ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ബസ് സ്റ്റോപ്പ്, ഔദ്യോഗികമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരള പലയിടത്തും നിർത്തുന്നതാണെങ്കിൽ നാട്ടിൽ റോഡിലാണ് നിർത്തുന്നത്. അത് പെട്രോളിയത്തിന്റെ അവരെ കുറ്റപ്പെടുത്തി പറയല്ല, അവർക്ക് നിർത്തിക്കൊണ്ട് പോകുമ്പോൾ നിർത്തി പോകുന്നതായിരിക്കാം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർ പറഞ്ഞത്, നമ്മൾ എൻസ് റോഡ് ഫ്രീ ആയിട്ട് ബസ്സുകൾ സ്മൂത്തായിട്ട് പോകാനുള്ള സംവിധാനം ഉണ്ട്. ഹോൾട്ട് ചെയ്യേണ്ട മലയാറ്റൂർ മഞ്ഞപ്പുറം റോഡിലേക്കും നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കാഞ്ഞൂർ പാറപ്പുറം സൈഡ് അല്ലെങ്കിൽ മറ്റ് ഇതര റോഡുകളിലേക്ക് പോകുന്നത് സുഗമമായിട്ട് ഹോൾട്ട് ചെയ്യാനും നമ്മൾ ട്രാഫിക്കിനെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഹോൾട്ട് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ ചെയ്യണം. അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ നമുക്കുണ്ട്. അത് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ക്രോസിംഗ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് ചെയ്യണം. വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തടിവണ്ടികൾ പോലുള്ള വാഹനങ്ങൾ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യുമ്പോഴും അവിടെ നിർത്തുകൊണ്ട് പോകുമ്പോഴുമാണ് കൂടുതലായിട്ടും ഇങ്ങനെ അപകടം. ഇപ്പൊ ഇന്നലെ ഉണ്ടായത് അതിൻ്റെ ഒരു CCTV ക്ലിപ്പ് കിട്ടി. അതിലും ഒരു തടിവണ്ടിയുടെ സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തേക്കുന്നത് മുട്ടിയിട്ടാണ് ആ ട്രാൻസ്ഫോമറിന്റെ ഒരു പോർഷൻ ഡാമേജ് സംഭവിച്ചത്. വാഹനങ്ങളുടെ പാർക്കിംഗ് ക്രമീകരണം, ബസ് സ്റ്റോപ്പുകളുടെ പുനഃക്രമീകരണം, വിദ്യാർത്ഥികൾക്കായുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ യോഗത്തിൽ തീരുമാനങ്ങളെടുത്തു.
ചെയ്യുന്നത്.